മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. KR അനൂപ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ് നേരത്തെ പറഞ്ഞതനുസരിച്ച് അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിത്തുടങ്ങിയോ? ഔദ്യോഗികമായി തിരച്ചിൽ 7 മണിയോട് കൂടിയാണ് പുനരാരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. അതിന് പ്രധാന കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിട്ടുള്ള ഒരു കാലാവസ്ഥ പ്രതികൂലമായതാണ്. കഴിഞ്ഞ രാത്രി ശക്തമായ മഴ പെയ്തു, പലയിടത്തും ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ട്. അതോടൊപ്പം സ്വാഭാവിക ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ ആഘാതം സംഭവിച്ച മേഖലയിൽ മണ്ണിൻ്റെ ഘടനയെല്ലാം അല്പം ദുർബലമാണ്. JCBകളെല്ലാം കയറിപ്പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൻ്റെ പ്രവസാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതോടൊപ്പം താഴെ പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും എല്ലാം എത്തിപ്പെടുക എന്നുള്ളത് അല്പം ദുഷ്കരമാണ്. ഏതായാലും വിവിധ സംഘങ്ങളെ തിരിച്ച് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെയാണ് ഇന്നും തെരച്ചിൽ 5ാം നാളും അല്പസമയത്തിനകം പുനരാരംഭിക്കുക. അതിനായി ഫയർഫോഴ്സിൻ്റെയും മറ്റും സംഘങ്ങൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഫയർഫോഴ്സിൻ്റെയും NDRFൻ്റെയും സൈന്യത്തിൻ്റെയും എല്ലാം സംഘങ്ങൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ സേനാ വിഭാഗങ്ങൾ കൂടി എത്തിയാൽ അവർ ദൗത്യ സംഘങ്ങളായി തിരിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മറ്റ് മേഖലകളിലേക്ക് തിരച്ചിലായി പോകും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി തിരച്ചിൽ പുനരാരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം അത്തരം നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ മൃതദേഹങ്ങൾ നമ്മൾ ഈ നടത്തുന്ന തെരച്ചിലിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ചാലിയാർ മേഖലയിലാണ്. ചാലിയാർ മേഖലയിൽ നിന്ന് ഇന്നലെ 14 മൃതശരീരങ്ങളും 4 മൃതശരീര ഭാഗങ്ങളും ലഭിച്ചു എന്നുള്ളതാണ്. ഈ ചാലിയാറിൽ കൂടുതൽ തെരച്ചിൽ നടത്താനുള്ള ഒരു ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നിലമ്പൂരിൽ നിന്നും അല്ലെങ്കിൽ അത് താഴ്ഭാഗങ്ങളിൽ നിന്നും എല്ലാം നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തുകയും അത് മേപ്പാടിയിലേക്ക് കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ്. അതായത് മേപ്പാടിയിലും മറ്റുമായിട്ടുള്ള മോർച്ചറികളിൽ അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്നുള്ള രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെത്തി സ്ഥിരീകരിച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന പ്രവർത്തനങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ഏകോപിപ്പിച്ച് നടത്തുന്നുണ്ട്. ഏതായാലും ആ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ തിരച്ചിൽ ഒരു പ്രാധാന്യം. തിരച്ചിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലിയാർ മേഖലയിലാണ് കൂടുതൽ ഒരു തെരച്ചിൽ ഇന്ന് കേന്ദ്രീകരിക്കാൻ ഇത്തരത്തിലുള്ള ദൗത്യ സംഘങ്ങളുടെ തീരുമാനം. അതിൽ ഈ ചൂരൽമലയുടെ താഴ്ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെരച്ചിൽ ഇന്ന് നടക്കുക. അതിന് റഡാറും അതോടൊപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്നെത്തുന്ന ഡ്രോൺ ഐബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ നടത്താനാണ് തീരുമാനം. ഏറ്റവും കൂടുതൽ മൃതശരീര ഭാഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഈ മേഖലയിലാണ്, അതോടൊപ്പം ഈ ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തെരച്ചിൽ. അതേസമയം മുണ്ടക്കയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കാര്യമായ ഫലമുണ്ടായില്ല. അത് കാര്യമായ വിവരങ്ങളും മുകൾ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല. ഈ ആദ്യം ഉരുൾപൊട്ടി വന്ന് മുണ്ടക്കയിലേക്ക് എത്തിയ മുണ്ടക്കൈ ടൗണിന് പരിസരത്ത് വന്ന് വലിയ അളവിൽ മണ്ണടിഞ്ഞു നിന്നിരുന്നു. ആ മണ്ണടിഞ്ഞ് നിൽക്കുന്ന ആ സ്ഥലത്ത് നാട്ടുകാരുടെ എല്ലാം നിർദ്ദേശപ്രകാരം അവിടെ വ്യാപകമായ തെരച്ചിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. എന്നാൽ വൈകിട്ട് വരെ നടത്തിയ ശ്രമങ്ങൾക്കിടയിലും അവിടെ നിന്ന് മൃതശരീര ഭാഗങ്ങളോ ലഭിച്ചില്ല. അതേ സ്ഥലത്ത് വെച്ച് 6ഓളം മൃതശരീരങ്ങൾ അതിന് മുൻപത്തെ ദിവസം ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളിൽ പലരുടെയും മൃതശരീര ഭാഗങ്ങൾ താഴ്ഭാഗത്തു നിന്നുള്ള പുഴയിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് അവിടെ ഇനി മൃതദേഹങ്ങൾ ലഭിക്കാനിടയില്ല എന്നുള്ള വിധത്തിൽ ആ തിരച്ചിൽ ആ ഭാഗത്തു നിന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ജീവന്റെ തുടിപ്പ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിൽ കണ്ടെത്തിയത്. അത് മനുഷ്യ സാന്നിധ്യമാണ്, മനുഷ്യൻ്റെ ജീവനായിരിക്കാമെന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ തിരച്ചിലെത്തിയ സംഘം ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രാഥമികമായൊരു തിരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് ഇവർ ഇത്തരത്തിലുള്ള മനുഷ്യജീവന്റെ സാന്നിധ്യം സംബന്ധിച്ച് തന്നെ സൂചനകൾ നൽകിയതിനാൽ പിന്നീട് മുഖ്യമന്ത്രി തല ഇടപെടലുകളുണ്ടായി. വീണ്ടും അവിടെ തിരച്ചിൽ നടത്തുന്ന സാഹചര്യമുണ്ടായി. രാത്രി വൈകിയും ആ സ്ഥലം കേന്ദ്രീകരിച്ച് നടന്ന തിരച്ചിൽ എന്നാൽ വിഫലമായി. ഏറ്റവും ഒടുവിൽ അത് മനുഷ്യജീവന്റെ സാന്നിധ്യമല്ല എന്ന് റഡാർ ടീം അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് മണിക്കൂറോളം തുടർന്ന് വന്ന തിരച്ചിൽ പ്രതീക്ഷ അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അത്തരമുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. നമുക്ക് ഒരു ദുരന്തം കഴിഞ്ഞ് 4ാം നാൾ അത്തരത്തിലൊരു ജീവന്റെ തുടിപ്പ് കണ്ടെത്താനായി എന്നുള്ളത് നമുക്ക് ആ സമയത്ത് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയും എല്ലാം ആയിരുന്നു. ഏത് വിധേനയും അങ്ങനെ ഒരു ജീവൻ അവിടെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുക എന്നുള്ള ഒരു സുസജ്ജമായ ഒരു ലക്ഷ്യത്തോടു കൂടി അവിടേക്ക് ഈ സംവിധാനങ്ങൾ ആകെ എത്തുകയും JCB വെച്ച് വളരെ മെല്ലെ മുകൾ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുകയും എല്ലാം ചെയ്തെങ്കിലും
പ്രദേശവാസികൾ തന്നെ അത്തരത്തിലൊരു സാധ്യത അവിടെ ഉണ്ടാവില്ലെന്ന് ഈ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും പിന്നീട് അത് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രി വൈകിയും ദുരന്തത്തിൻ്റെ 4-ാം നാളുണ്ടായ പ്രതീക്ഷ അവസാനിക്കുകയും ചെയ്തു. ആ തിരച്ചിൽ വിഫലമായി. ഏതായാലും റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇന്നും ഇതേ മേഖലകളിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശത്തുകാർ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നും തുടരും. അതോടൊപ്പം മുകൾ ഭാഗത്തും കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഈ വീടുകളെല്ലാം വന്ന് അടിഞ്ഞത് ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് കിട്ടുന്ന ശരീരഭാഗങ്ങൾ, നേരത്തെ ലഭിച്ച ശരീരഭാഗങ്ങൾ കൂടെ ആ വീട്ടിൽ നിന്നായിരിക്കില്ല, അത് മറ്റു വീടുകളിലുള്ള ആളുകളുടേതായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം പരിശോധനകളും ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ വളരെ ശാസ്ത്രീയമായി തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനായുള്ള നടപടികൾ അന്ന് പുലർച്ചെ തന്നെ ഈ ലഭിക്കുന്ന മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നു. അത് ഏതാണ്ട് അത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്കിൽ ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായ വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കാണാതെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാതായവരെക്കുറിച്ചാണ്. അതിൽ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി പറയുന്നത് 198 പേരെ ഇനി കാണാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രദേശത്തുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പറയുന്നത് ഏതാണ്ട് ഒരു 300ഓളം പേരെയെങ്കിലും ഇനി ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കാനുണ്ട്. അവരെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ്. അതെല്ലാം മുൻനിർത്തിയുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ഏതായാലും ഈ തിരച്ചിൽ ഈ ദുരന്തഭൂമിയുടെ വ്യാപ്തി അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 40 കിലോമീറ്ററോളം കീഴ്ഭാഗങ്ങളിൽ വരെ ഈ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിനായുള്ള സുസജ്ജമായിട്ടുള്ള സംവിധാനമാണ് ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സംവിധാനം ഇന്ന് ഈ ചാലിയാർ പുഴയിലൂടെ കൂടി സഞ്ചരിച്ച വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തും. അതാണ് ഇന്ന് പ്രധാനമായും നടത്താനുള്ളത്. മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികളാണ്. ആ നടപടികളും അല്പസമയത്തിനകം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസം ജില്ലയിലെ വിവിധ പൊതുശ്മശാനങ്ങളിലായി ഈ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. DNA സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് ഇതുവരെ ബന്ധുക്കളും മറ്റും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അന്വേഷണം വരാതിരുന്ന മൃതദേഹങ്ങളുടെ സംസ്കാരം അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട ഒരു ഘട്ടം കൂടിയായിട്ടുണ്ട് ഇപ്പോൾ. അതിനായി കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിന് തീരുമാനപ്രകാരം കൂടിയാണ് സർവമത പ്രാർത്ഥനകളോടും മറ്റും ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ജില്ലയിലെ വിവിധ പൊതുശ്മശാനങ്ങളിൽ ഈ നടപടികൾ ഇന്നും നടക്കും. ഇന്നലെ കൽപ്പറ്റ നഗരസഭയിലെ ഗൂഡലായിക്കുന്ന് പൊതുശ്മശാനത്തിലാണ് ആദ്യഘട്ടത്തിൽ 3 മൃതശരീരങ്ങൾ തിരിച്ചറിയപ്പെടാതെ കിടക്കുന്ന 3 മൃതശരീരങ്ങൾ സംസ്കരിച്ചത്. ഏതായാലും അത്തരത്തിലുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടിയും ഇന്നുണ്ടാകും. ഇതെല്ലാം മേപ്പാടിയിലും മറ്റും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വഴിയാണ് സാധ്യമാവുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഏറ്റവും കാര്യക്ഷമമായി വിവിധ സംഘങ്ങളുടെയും സേനകളുടെയും എല്ലാ നേതൃത്വത്തിൽ ഇന്നും ദുരന്തം കഴിഞ്ഞ് 5-ാം നാൾ പിന്നിടുമ്പോഴും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, എവിടെയെങ്കിലും ആളുകൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ, ജീവൻ്റെ ശേഷിപ്പ് ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ യന്ത്രസാമഗ്രികളും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും സൈന്യത്തിൻ്റെതുൾപ്പെടെ ഇന്ന് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തും. സൂചിപ്പിച്ചു പോകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് കൂടുതൽ മേഖലകളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് റഡാർ പരിശോധനകൾ നടത്തുമെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രയോജനകരമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? റഡാർ അതുപോലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് പരിശോധനകളെല്ലാം ഇത്തരം ദുരന്ത ഭൂമികളിൽ മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ജീവൻ്റെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഉതകുന്ന വിധം ഉള്ള സംവിധാനങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകിയതും ഇത്തരത്തിലുള്ള റഡാർ പരിശോധനയിലാണ്. എന്നാൽ അത് സങ്കടകരമായി അവസാനിച്ചു. എന്നാൽ അത്തരത്തിലുള്ള പരിശോധനകൾ വീണ്ടും തുടരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആകാശ പരിശോധനകൾ വഴിയും അതോടൊപ്പം ഭൂമിക്കടിയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കിടക്കുന്നത് സംബന്ധിച്ചെല്ലാമുള്ള പരിശോധനകൾ റഡാർ സംവിധാനങ്ങൾ വഴിയും മറ്റുമെല്ലാം ഇന്ന് നടത്തും. അതോടൊപ്പം മറ്റ് സംവിധാനങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കും. കൂടുതൽ മണ്ണ് മാന്തിയുള്ള പരിശോധനകൾ അത്ര പ്രായോഗികമല്ല. അത്രയും ഉയരത്തിലാണ് ഈ മണ്ണ് വന്ന് അടിഞ്ഞ് പല വീടുകൾക്കും പ്രദേശങ്ങൾക്കും മുകളിൽ വന്ന് പതിഞ്ഞു കിടക്കുന്നത്. ഇത്രയും മണ്ണ് മാറ്റി
പ്രത്യേക സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് അല്പം അപ്രായോഗികമാണ്. ഏതെങ്കിലും വിധത്തിൽ ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മാത്രം വലിയ ഹിറ്റാച്ചികളും മറ്റും ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനാവുക. മറ്റതൊരു അതിന് നാട്ടുകാരുടെയും അതോടൊപ്പം ഈ പ്രദേശത്തെക്കുറിച്ച് അറിവുള്ളവരുടെയും അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരുടെയും ഒക്കെ അവരുടെയൊക്കെ പക്കൽ നിന്നുള്ള വിവരങ്ങൾ വേണം. ഏതായാലും ആ വിവരശേഖരണമെല്ലാം കഴിഞ്ഞ ദിവസം നടത്തി. സൈന്യം പ്രധാനമായും ചെയ്തത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ, ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ എടുത്ത് മുൻപുണ്ടായിരുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് വീടുകളുടെ പൊസിഷൻ, സ്ഥാനം എല്ലാം മനസ്സിലാക്കി ആ സ്ഥാനങ്ങളിൽ നിന്ന് മൃതദേഹഭാഗങ്ങൾ മാറാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നോക്കി ആ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രായോഗികം. ആ ശ്രമങ്ങളാണ് പ്രധാനമായും ഇന്നും തുടരുക.